ശുചിത്വ മിഷൻ കേരളയും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസെൻസ് പദ്ധതിയുടെ ഭാഗമായി മുണ്ടക്കയം പഞ്ചായത്ത് തല ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാലിന്യ സംസ്കരണത്തിൽ പുതിയൊരു വിപ്ലവത്തിനാണ് മുണ്ടക്കയം പഞ്ചായത്ത് തുടക്കമിട്ടിരിക്കുന്നത്. ശാശ്വത പാഠങ്ങൾ കേവലം പ്രസംഗത്തിലോ ക്ലാസ് മുറികളിലോ ഒതുങ്ങുന്നതല്ല ഈ പദ്ധതിയെന്ന് വിദ്യാർത്ഥികൾ തെളിയിച്ചുകൊണ്ട് തങ്ങളുടെ വാർഡിലെ വീടുകൾ നേരിട്ട് സന്ദർശിച്ച് അവിടെ നിലവിലുള്ള മാലിന്യ പ്രശ്നങ്ങൾ പഠിക്കുകയും അവയ്ക്ക് ശാശ്വതമായ പരിഹാരമാർഗം വീട്ടുകാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തിരിക്കുന്നത്. മാലിന്യത്തെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കേണ്ടതിൻ്റെ ആവശ്യകത ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ കുട്ടി ഹരിതസേനകൾക്ക് സാധിച്ചു. ഉപയോഗശൂന്യമെന്ന് കരുതി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് വസ്തുക്കളിൽ നിന്ന് മനോഹരമായ കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് വിദ്യാർത്ഥികൾ മുണ്ടക്കയം പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ നിർമ്മിതികളുടെ പ്രദർശനവും വീടുകൾ കയറി പഠന പ്രവർത്തനങ്ങളുടെ അവതരണവും നടത്തി. പ്ലാസ്റ്റിക് മാലിന്യത്തെ എപ്രകാരം ക്രിയാത്മകമായി പുനരുപയോഗിക്കാം എന്നതിൻ്റെ മികച്ച മാതൃകയാണ് പ്രദർശനത്തിൽ കണ്ടത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഷമ മാത്യു പരിപാടിയുടെ അധ്യക്ഷത വഹിച്ചു. പദ്ധതിയുടെ ഭാഗമായി മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയ പഞ്ചായത്തിലെ 50ഓളം വിദ്യാർത്ഥികൾക്ക് 1500 രൂപ വീതം സ്കോളർഷിപ്പ് നൽകുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഷാഹുൽ അഹമ്മദ് അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചേർന്ന് ആരംഭിക്കുന്ന ഹരിത കേരളം എക്കോസെൻസ് എന്ന പദ്ധതിയുടെ ശുചിത്വ പഠനോത്സവം ആണ് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൽ വെച്ച് ഇന്ന് സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തിൽ നിന്നും 50 വിദ്യാർത്ഥികൾക്ക് 1500 രൂപ വീതം സ്കോളർഷിപ്പ് നൽകുകയും ഈ കുട്ടികൾ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പുതിയ മോഡലുകൾ പഞ്ചായത്തിൽ നമ്മുടെ ശുചിത്വ പഠനോത്സവത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഒരു വീടുകളെ കയറിയിറങ്ങി വാർഡുകളിൽ കണ്ട കാര്യങ്ങൾ ശേഖരിക്കുകയും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിനായി നൂതന ഐഡിയകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികളിലൂടെ മാത്രമേ ഈ പദ്ധതി പ്രാവർത്തികമാക്കാൻ സാധിക്കൂ എന്ന് ഗവൺമെൻറ്റിന് മനസ്സിലായതുകൊണ്ടാണ് കുട്ടികളിലേക്ക് ഇറങ്ങി മാലിന്യ നിർമ്മാർജ്ജനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും തന്നെ ഈ ഉദ്യമത്തിൽ പങ്കാളികളായിട്ടുണ്ട്. 50 വിദ്യാർത്ഥികൾക്ക് 1500 രൂപ വീതം 75,000 രൂപയുടെ സ്കോളർഷിപ്പ് ഈ വർഷം പഞ്ചായത്തിൽ നിന്നും വിതരണം ചെയ്യുന്നുണ്ട്. അർഹരായ കുട്ടികൾക്ക് പ്രശസ്തി പത്രവും നൽകുന്നുണ്ട്. ഇതിനു പുറമെ അർഹരായ വിദ്യാർത്ഥികൾക്ക് പ്രശസ്തി പത്രവും നൽകുന്നതാണ്. മാലിന്യ സംസ്കരണം ഒരു സാമൂഹിക ഉത്തരവാദിത്തമായി പുതിയ തലമുറ ഏറ്റെടുത്താൽ മാത്രമേ അത് പൂർണ്ണ അർത്ഥത്തിൽ യാഥാർത്ഥ്യമാകൂ എന്ന തിരിച്ചറിവിലാണ് സംസ്ഥാന സർക്കാർ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഫെസ്റ്റ് ന്യൂസ് മുണ്ടക്കയം.